വാദ്യകുലപതി മുഹമ്മദ് മുരളിയാശാന്റെ അനുസ്മരണവും സുവർണമുദ്ര സമർപ്പണവും 2024 ജനുവരി 7 നടക്കും. വാദ്യകുലപതി മുഹമ്മദ് മുരളിയാശാന്റെ സ്മരണാർത്ഥം നൽകിവരാറുള്ള 2024 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ക്ഷേത്രവാദ്യ കലാവിദഗ്ധനും തിമില ആചാര്യനുമായ വേളൂർവട്ടം രാധാകൃഷ്ണ പണിക്കർക്കാണ് സുവർണമുദ്ര പുരസ്കാരം. 50 വർഷത്തിലധികമായി കൊമ്പുവാദ്യ കലാകാരനായി പ്രവർത്തിക്കുന്ന തുറവൂർ അശോകൻ ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനായി. ക്ഷേത്രവാദ്യ കുലപതി തൃച്ചാറ്റുകുളം കൃഷ്ണൻകുട്ടി മാരാർ വാദ്യ ആചാര്യ പുരസ്കാരത്തിനും ചെണ്ടവാദ്യ കലാകാരൻ വാരണം ഉദയപ്പൻ വാദ്യശ്രേഷ്ഠ പുരസ്കാരത്തിനും അർഹനായി. യുവകലാകാരന്മാർക്ക് നൽകിവരുന്ന യുവവാദ്യ കലാനിധി പുരസ്കാരത്തിന് അർഹനായത് പ്രസിദ്ധ ഇടയ്ക്കവാദ്യ കലാകാരൻ തുറവൂർ വിനീഷ് കമ്മത്താണ്. 2024 ജനുവരി 7 കലാക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കലാക്ഷേത്രം മുഖ്യ രക്ഷാധികാരി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കലാക്ഷേത്രത്തിന്റെ 7ാമത് അനുസ്മരണവും സുവർണമുദ്ര സമർപ്പണവും അതോടനുബന്ധിച്ചുള്ള 2024 വാദ്യകലാ പുരസ്കാരങ്ങൾ സുവർണമുദ്ര പുരസ്കാരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരം ക്ഷേത്രവാദ്യ കലാവിദഗ്ധനും തിമില ആചാര്യനുമായ വേളൂർവട്ടം രാധാകൃഷ്ണ പണിക്കർക്കാണ്. പിന്നെ ഗുരുപൂജ പുരസ്കാരം 50 വർഷത്തിലധികമായി കൊമ്പുവാദ്യ കലാകാരനായി പ്രവർത്തിക്കുന്ന തുറവൂർ അശോകൻ എന്ന് പറയുന്ന കലാകാരനാണ്. വാദ്യ ആചാര്യ പുരസ്കാരം ക്ഷേത്രവാദ്യ കുലപതി തൃച്ചാറ്റുകുളം കൃഷ്ണൻകുട്ടി മാരാർ എന്ന് പറയുന്ന കലാപ്രതിഭയ്ക്കാണ്. വാദ്യശ്രേഷ്ഠ പുരസ്കാരം വാരണം ഉദയകുമാർ വാരണം ഉദയപ്പൻ എന്ന് പറയുന്ന കലാകാരനാണ്. യുവ കലാകാരന്മാർക്ക് കലാക്ഷേത്രം ഏർപ്പെടുത്തിയിരിക്കുന്ന യുവവാദ്യ കലാനിധി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത ഇടയ്ക്കവാദ്യ കലാകാരൻ തുറവൂർ വിനീഷ് കമ്മത്താണ്. 2024 ജനുവരി 7 കലാക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന മുരളിയാശാന്റെ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് കലാക്ഷേത്രത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നു.